പൈനാപ്പിൾ എന്താ വില? പൈനാപ്പിൾ എടുക്കട്ടെ അമ്മേ. എടുക്ക്. അമ്മ ഈ മധുരക്കിഴങ്ങ് നല്ലയാണോ അമ്മേ? കൊച്ചേ അമ്മ ഒന്ന് നോക്കിയേ അമ്മേ. അമ്മയുടെ അഭിപ്രായം പറ. പേരൊക്കെ മേടിക്കട്ടെ അമ്മേ? നിനക്ക് വേണോ? അമ്മയ്ക്ക് വേണോ? നിനക്ക് വേണമെങ്കിൽ നീ മേടിക്ക്. ഈ പെണ്ണ് എന്നോട് അഭിപ്രായം ചോദിക്കാതെ ഒന്നും ചെയ്യത്തില്ല. മൂത്ത മരുമോളാ. അമ്മയ്ക്ക് വേണ്ടേ പേരക്ക? എടുക്ക് മോള് എടുക്ക്. കൊല എടുക്കട്ടെ? കൊലയൊന്നും വേണ്ട മോളെ. കൊല എന്തിനാ? അവിയലിനോ? നമുക്ക് അവിടെ അയ്യത്ത് നിപ്പുണ്ടല്ലോ കൊല. മതി. അമ്മ പറഞ്ഞ എല്ലാം എടുത്തല്ലോ. വെളുത്തുള്ളി 2 കിലോ വേണോ അമ്മേ? അത്രയും വേണ്ടല്ലോ. ജ്യൂസ് അടിക്കാനാണോ വെളുത്തുള്ളി വെച്ച്? അല്ല. പിന്നെ വെളുത്തുള്ളി എത്രയൊന്നും വേണ്ട. അമ്മേ പൈസയും കൂടെ കൊടുക്ക. അമ്മ കൊടുത്തോളാം. പച്ചമാങ്ങ വേണോ? പച്ചമാങ്ങ വേണോ നിനക്ക്? വേണ്ട. പച്ചമുളക് വേണോ? വേണ്ട, മതി. ഒന്നും വേണ്ട. ബാക്കിയൊക്കെ അമ്മ നേരത്തെ മേടിച്ചു വെച്ചാൽ. ഇവളാണ് കുടുംബത്തിലെ മൂത്ത മരുമകൾ. അച്ചടക്കവും കുലീനതയും കാണിച്ച് അമ്മായിയമ്മയെ കൈക്കലാക്കി വെച്ച മരുമകൾ. അമ്മ ഇതാ ചായ. ഇത് ഇളയ മരുമകൾ. സ്വന്തമായി അഭിപ്രായമുള്ളവൾ, സ്വന്തമായി ജോലി ചെയ്ത് കഷ്ടപ്പെട്ട് ജീവിക്കുന്നവൾ. അതുകൊണ്ട് അമ്മായിയമ്മയ്ക്ക് കണ്ടുകൂടാ. അന്തോറ്റി ചായ വേണ്ട. എനിക്ക് എന്റെ മോൾ ഇട്ട് തന്നായിരുന്നു. അമ്മേ ശരിയാക്കത്തില്ലേ? ഹെഡ്ഫോൺ വല്ലതും വെച്ചിട്ടുണ്ടോ? അമ്മേ എന്തുവാ? അല്ല മോട്ടർ ഇട്ടായിരുന്നോന്ന് ചോദിക്കും. എനിക്ക് അറിഞ്ഞൂടാ. നീ എന്തോന്ന് വെച്ചാ ചെയ്. ചേട്ടാ അമ്മയ്ക്ക് എന്ത് കുഴപ്പം? അമ്മ ഇങ്ങനെ എൻ്റെ അടുത്ത് മോന്തയും കാണിച്ചോണ്ട് നടക്കുന്നു. മോന്ത കാണിച്ചു കിടക്കുന്നു. ചിലപ്പം നീ കട തുടങ്ങാൻ പോകുന്നില്ലേ? ബിസിനസ് തുടങ്ങാൻ പോകുന്ന കാര്യമില്ലേ? അത് നീ അമ്മയടുത്ത് പറഞ്ഞില്ലല്ലോ. അതിനാ. അതിനതൊന്നും ആയില്ലല്ലോ. നമ്മൾ ജസ്റ്റ് അതിനെപ്പറ്റി ഒന്ന് പ്ലാൻ ചെയ്യുന്നതല്ലേ ഉള്ളു. അല്ല ഇതെങ്ങനെ അമ്മ അറിഞ്ഞത്? ഞാൻ പറഞ്ഞ അമ്മയടുത്ത്. നിങ്ങളൊന്നിനും ഇപ്പോഴും അമ്മയടുത്ത് പോയി പറഞ്ഞത്? നമ്മൾ ജസ്റ്റ് പ്ലാൻ ചെയ്യുന്നതല്ലേ ഉള്ളായിരുന്നു. അതൊന്നും ആയില്ലല്ലോ. അതിൻ്റെ അത് തുടങ്ങാനുള്ള ലോണ് പോലും സാങ്ഷൻ ആയില്ല. പിന്നെ അതിന് മുന്നേ ഇപ്പം അമ്മയടുത്ത് പോയി പറയേണ്ട കാര്യമുണ്ടോ? ഇതൊക്കെ രഹസ്യമാക്കുന്ന എങ്ങനെയാ? എൻ്റെ അമ്മയടുത്ത് പിന്നെ എനിക്ക് എല്ലാം ഷെയർ ചെയ്യണ്ടായോ? നീ എന്താ അമ്മയടുത്ത് പറയാഞ്ഞത്? ഞാൻ ഓർത്ത് നീ പറഞ്ഞു കാണുമായിരിക്കുമെന്ന്. ഞാൻ തുണിക്കട തുടങ്ങും, ജെട്ടിക്കട തുടങ്ങും, ജോലിക്കട തുടങ്ങും, വേണേൽ സൂപ്പർ മാർക്കറ്റും തുടങ്ങും. അതൊക്കെ ഞാൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്ന പൈസ കൊണ്ടാണ് ഞാൻ തുടങ്ങുന്നത്. അതിന് ഞാനെന്തിനാ നിങ്ങളുടെ അമ്മയുടെ അഭിപ്രായമോ അനുവാദമോ ഒക്കെ ചോദിക്കുന്നത്? നീ ചേട്ടത്തിയെ കണ്ടുപടി. അവരെത്ര കുലീനതയോടെയാ പോയി ഓരോ അഭിപ്രായങ്ങൾ ചോദിക്കുന്നത്. നിങ്ങളെ ചേട്ടത്തിയുടെ കാര്യമൊന്നും പറയല്ലേ. അമ്മേ ദേ വിളിക്കുന്നു. അമ്മയടുത്ത് എന്തോ അഭിപ്രായം ചോദിക്കാനുള്ള വരവാ. അമ്മേ ചേട്ടത്തി ഈ നട്ടുച്ചയ്ക്ക് അമ്മയെ കിടന്ന് വിളിക്കുന്നേ? വീട്ടിൽ നിന്ന് അച്ഛൻ വിളിച്ച് അമ്മയ്ക്ക് ഹാർട്ട് അറ്റാക്ക് എന്ന് അമ്മയോട് അഭിപ്രായം അനുവാദം ഒക്കെ ചോദിക്കാൻ പോവാ. എന്താ മോളെ? അമ്മയ്ക്കൊരു ഹാർട്ട് അറ്റാക്ക്. ഞാൻ അങ്ങോട്ടൊന്ന് പോവാൻ അമ്മയുടെ അനുവാദം മേടിക്കാൻ വന്നയാ. അമ്മയൊന്ന് സമ്മതിക്കുവോ? എന്റെ പൊന്നു മോളെ, ഈ സാഹചര്യത്തിലൊക്കെ മോൾ എന്തിനാ അമ്മയുടെ അഭിപ്രായവും അനുവാദവും ചോദിക്കുന്നത്? മോള് ചോദിക്കാതെ മോക്ക് പൊയ്ക്കൂടായിരുന്നോ? ഇവിടെ പലരും അങ്ങനെയാ. ആവശ്യമുള്ള കാര്യങ്ങൾ പോലും പറയുന്നില്ല. ഈ എമർജൻസി കാര്യങ്ങൾക്ക് അമ്മയുടെ അഭിപ്രായ അനുവാദം ചോദിക്കാൻ എന്തിനാ നീ നിൽക്കുന്നത്? പോവാഞ്ഞേ എന്താ അങ്ങോട്ട്? അങ്ങനെയല്ലല്ലോ അമ്മേ. അമ്മയോട് ചോദിക്കണ്ടേ? അതല്ലേ ഒരു മര്യാദ. അമ്മയുടെ അഭിപ്രായം എന്താ? ഞാൻ പോണോ അമ്മേ? നീ പോയിട്ട് വാ. അമ്മ ഞാൻ ട്രെയിനിൽ പോണോ, ഓട്ടോയിൽ പോണോ, ബസ്സിൽ പോണോ? മോളൊരു കാര്യം ചെയ്യും. ഇപ്പൊ മലബാറുണ്ടല്ലോ. മോളൊരു കാര്യം ചെയ്യും. ഇവിടുന്ന് ഓട്ടോ പിടിച്ച് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് അവിടുന്ന് മലബാറിൽ കയറി അങ്ങ് ഇറങ്ങി കേട്ടോ. വെയിൽ കൊള്ളല്ലേ. ശരി അമ്മ. അവിടെ നിൽക്കി. കുറച്ച് പൈസ തരാം. ഇത് വെച്ചോ. വേണ്ടമ്മേ. വെച്ചോ മോളെ, വെക്ക്. ഒന്നാമത് ആശുപത്രി കേസല്ലേ. വെച്ചോ. ചേട്ടാ അയച്ചെന്ന് എന്റെ കയ്യിൽ ഉണ്ടായിരുന്നു. അത് വേണ്ട, അത് എടുക്കണ്ട. അതാ സാരമില്ല, വെച്ചോ. ശരി ഞാൻ പോട്ടെ അമ്മ. ഞാൻ എത്തിയിട്ട് വിളിക്കാവേ. സൂക്ഷിച്ചു പോട്ടോ. എന്നിട്ട് അമ്മയെ വിളിക്കണേ. ശരി അമ്മ. കണ്ടോ കണ്ടോ? പിന്നെ ഇതൊക്കെ നാടകം. നിങ്ങളുടെ അമ്മയ്ക്ക് പിന്നെ ഇതൊക്കെ കാണുമ്പോൾ അവരങ്ങ് വീഴുമല്ലോ. അവർക്ക് നാടകം കാണിച്ചിട്ട് എന്തോ നേടാനാ? ഇപ്പൊ തന്നെ 10,000 രൂപ അവർ മേടിച്ചോണ്ട് പോയോ? നിങ്ങളിങ്ങനെ മരമൊണ്ണയായിട്ട് ഇവിടെ ഇരുന്നോ? ഒന്ന് പോടി. നിന്റെ തലയിൽ എപ്പോഴും ഈ ബിസിനസ് മൈൻഡ് ആയതുകൊണ്ട് നീ ഈ കാശ് വെച്ച് എള്ള അളക്കുന്നത്. അവരങ്ങനൊന്നും അല്ല കേട്ടോ. നല്ല സ്ത്രീ. അവരെ കണ്ട് പഠിക്കങ്ങോട്ട്. അവരെ കണ്ട് പട്ടിക്ക് കുറ്റം പറയാൻ വന്നിരിക്കുന്നു. ഞൊണച്ച് എന്ത് പറഞ്ഞു സാർ? സാങ്ഷൻ ആകുമോ?
അല്ല സാർ, എനിക്ക് ഈ വീക്ക് തന്നെ സ്റ്റാർട്ട് ചെയ്യാനായിരുന്നേ. ഈ വീക്ക് നല്ല സമയമുണ്ട്, ആ സമയത്ത് സ്റ്റാർട്ട് ചെയ്യാനായിരുന്നു. ആ ഓക്കെ സാർ, ഞാൻ ബാങ്കിലോട്ട് വരാം സാർ. ആ ഓക്കെ, താങ്ക് യു. ഇതുവരെയ്ക്കും സാങ്ഷൻ ആയില്ലല്ലോ. എടി, നീ അമ്മ എടുത്ത് തന്നേ ആ കാര്യങ്ങളൊക്കെ ഒന്ന് പറയും. ഞാൻ അമ്മ എടുത്ത് ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ടുണ്ട്, നീ ഒന്ന് ചെല്ല്. നീ ചെന്നിപ്പോൾ സംസാരിക്കുമെന്ന് ഞാൻ അമ്മയോട് പറഞ്ഞു. എന്തിനാന്ന് ഇപ്പോഴേ ചെന്ന് പറയുന്നേ? ബിസിനസ് തുടങ്ങാൻ പോവാന്ന് പറ അവരെടുത്ത്. അവർ പറയാത്തോണ്ട് അവർ മോന്തയും കയറ്റി നടക്കുന്നത്. എൻ്റെ അമ്മയുടെ മനസ്സിട്ട് വേദനിപ്പിക്കാതെ. ഒന്നും ആയില്ലല്ലോ, ചെന്നൊന്ന് പറ, ഒന്ന് പറ നീ. ശരി, പറയാം. അവള് ദേ വരുന്നേ. അവൾ അമ്മയെടുത്ത് ആ ബിസിനസിന്റെ കാര്യം തുടങ്ങുന്ന കാര്യം പറയാൻ. ഞാനൊരു ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുക. ലോണൊന്നും ആയിട്ടില്ല, ജസ്റ്റ് ഇങ്ങനെ ആലോചിക്കുന്നതേ ഉള്ളു. എവിടാ തുടങ്ങുന്നേ? കാരാളിമുക്കി. എന്തുവാ തുടങ്ങുന്നേ? ടെക്സ്റ്റൈൽസാ. പേരിട്ടോ? പേരിട്ട്. എന്തുവാ പേര്? കമലാക്ഷി. ശരി. നമ്മളെല്ലാരോടും ചേർന്ന് ഒറ്റപ്പെടുത്തുവാ. അവിടെ അമ്മയുടെ പേര് ആണോ? ഇങ്ങനെയാണോ ഒരാളെടുത്തൊരു കാര്യം പറയുന്നത്? ഒരു താല്പര്യം ഇല്ലാത്തവണക്കാണല്ലോ നീ നിന്ന് ഇവിടെ നിന്ന് അവതരിപ്പിച്ചാണോ സംസാരിക്കുന്നത് അമ്മയെടുത്ത്? അവരുടെ അടുത്ത് പറയുന്നതിനൊക്കെ ഒരു നയമുണ്ട്. ആ ചേട്ടത്തി, എൻ്റെ ചേട്ടത്തിയെ കണ്ടു പഠിക്കണം. അവര് പറയുന്നത് എങ്ങനാ? ഒരു നയമുണ്ട് പറയുന്നതിന്. നീ ഇങ്ങനെ ഞാൻ ബിസിനസ് തുടങ്ങാൻ പോന്നു, ഞാൻ അവിടെ തുടങ്ങാൻ പോന്നു, എന്തിനു ധാഷ്ട്യം നിനക്ക്? ഞാൻ ഇത് കുമ്പിടണോ? ഞാൻ പറയുന്നതിന് മൊത്തം എന്റെ അമ്മയുടെ പേരിട്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചാടത്തിൽ പോയാണ്ടിരിക്കും. ഓങ്കാരമായ പൊരുൾ മൂന്നായി പിരിഞ്ഞുടനെ ഭഗവാനേ, എന്നെ ഇവിടെ ആർക്കും വേണ്ട. എന്തോ കാണിക്കുന്നേ? ഇതിങ്ങളുടെ ഇടയിൽ നിന്ന് എന്നെ അങ്ങ് എടുക്കാതെ ഇതിങ്ങളെ അങ്ങ് എടുക്കണേ. പ്രാഗുവല്ല, അമ്മയൊന്ന് പ്രാർത്ഥിക്കുക. പിന്നെ ഇതല്ലേ പ്രാർത്ഥന? ആ സാർ, ലോൺ സാങ്ഷൻ ആയോ? ലോൺ ആപ്ലിക്കേഷൻ റിജക്റ്റ് ആയി കേട്ടോ. അത് നടപ്പല്ല, നിങ്ങൾക്ക് അതിനുള്ള യോഗ്യതയില്ല, എലിജിബിലിറ്റി ഇല്ലാത്തതുകൊണ്ടാ കേട്ടോ. സോ സോറി ഫോർ ദാറ്റ്. സാർ, എനിക്ക് നെക്സ്റ്റ് വീക്ക്. നല്ല പ്രാർത്ഥന കേട്ടോ, നല്ല പ്രാർത്ഥന. ലോൺ പോലും ക്യാൻസൽ ആയിപ്പോയി. നശിച്ച തൊള്ള. ഗണപതി പാപ്പ ഓടിവാ, ഗണപതി പാപ്പ ഓടിവാ. അവൻ വിളിച്ചായിരുന്നോ? വിളിച്ചമ്മേ. എന്താ പറഞ്ഞേ? ആഹാരം കഴിക്കുന്നതേ ഉള്ളൂ. അമ്മേ, എന്താ? അവളുടെ ലോൺ സാങ്ഷൻ ആയില്ല. അപ്പം ഒരു 1,00,000 രൂപ ഒന്ന് മറിക്കാൻ കാണുമോ? ഒരു 2 ആഴ്ചക്കുള്ളിൽ അങ്ങ് ഞാൻ എങ്ങനെയും അറേഞ്ച് ചെയ്ത് തരാമായിരുന്നു. എന്നോട് നീയോ നിന്റെ പെണ്ണും പിള്ളയോ എന്തെങ്കിലും ഒരു അഭിപ്രായം ചോദിച്ചോ? നിങ്ങളായി നിങ്ങളുടെ അമ്മയുടെ പേരിൽ, നിന്റെ അമ്മയുടെ പേരിൽ, അവിടെ അമ്മയുടെ ഒക്കെ പേരിൽ കട തുടങ്ങുന്നതിന് ഞാൻ എന്തിനാ കാശ് സഹായിക്കുന്നത്? അമ്മ അങ്ങനെ പറയരുതേ. കാര്യം എന്നെ ഓർത്തിട്ടെങ്കിലും അമ്മ ഇതൊന്ന് സഹായിക്കണം. എനിക്ക് എൻ്റെ ഈ നയാ പൈസ ഇല്ല സഹായിക്കാൻ. വെള്ളം കുടിക്കേ? വെള്ളം കുടിച്ചോ? ഇതൊക്കെ ചോദിക്കുന്നത് എന്തിനാ അഭിപ്രായം? ചൂടുവെള്ളം കുടിക്കണോ പച്ചവെള്ളം കുടിക്കണോ? ആ ചൂടുവെള്ളം അല്ല, പച്ചവെള്ളം എടുത്ത് കുടിക്കേ. കണ്ടോ, ഇപ്പൊ തന്നെ ചോറ് നെറുകന്തലേ കയറി പെടഞ്ഞിട്ട് പോലും അവൾ എന്നോടൊരു അഭിപ്രായം ചോദിച്ചിട്ടാണ് അവളെ വെള്ളം പോലും കുടിക്കുന്നത്. അതാ സ്നേഹവും ആത്മാർത്ഥതയും, അതാ ഗുരുത്വം. വീട്ടിൽ നിന്ന് പഠിപ്പിച്ചു വിടുന്നതാ ഗുരുത്വം. അമ്മയാണ്. അവർക്ക് നിങ്ങളോടോ എന്നോടോ വല്ല സ്നേഹവും ഉണ്ടോ? അതിന്റെ കൂടെ കിണിക്കാനായിട്ട് നിങ്ങളുടെ ഒരു ചേട്ടത്തിയും. ഇതാണ്ട, ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. എൻ്റെ അമ്മയെ ഒരക്ഷരം നീ പറഞ്ഞേക്കരുത്, എനിക്കത് പറ്റൂല. പറഞ്ഞാൽ നിങ്ങൾ എന്തോ എന്നെ കടിക്കുവോ? ഞാൻ കടിക്കത്തില്ല നിന്നെ. ഞാൻ പറഞ്ഞ നിന്റെ വീട്ടിൽ കൊണ്ടാക്കും. എൻ്റെ അമ്മയും എൻ്റെ ചേട്ടത്തിയും എന്ന് പറഞ്ഞാൽ എന്നെ പൊന്നുപോലെ വളർത്തിയവരാ. അത് പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവത്തില്ല മൂദേവി. നിങ്ങളുടെ അമ്മ ഒരു ചേട്ടത്തിയും, നിങ്ങളുടെ ചേട്ടത്തി 1-ാം നമ്പർ ഉടായ്പ്, നിങ്ങളുടെ അമ്മ 2-ാം നമ്പർ ഉടായ്പിന്റെ ഉസ്താദികള്. നിങ്ങളെന്നെ അടിച്ചല്ലേ, നിങ്ങളെന്റെ മുഖത്ത് കൈ വെച്ചല്ലേ.
അച്ഛൻ തലകറങ്ങി വീണമ്മേ. ഞാൻ അങ്ങോട്ടൊന്ന് പോയിട്ട് വരട്ടെ. അമ്മയുടെ അഭിപ്രായം എന്താ? പോയിട്ട് വാ. അമ്മ ബസ്സിൽ പോണോ, ട്രെയിനിൽ പോണോ, അത് നടന്നു പോണോ, അത് ഓട്ടോയിൽ പോണോ? മോളൊരു കാര്യം ചെയ്യും, ഇപ്പൊ വേണാടില്ലേ, ഇപ്പൊ ഇവിടുന്ന് ഓട്ടോ പിടിച്ച് ട്രെയിൻ പിടിച്ച് അവിടുന്ന് ഒരു ഓട്ടോ പിടിച്ചങ്ങ് പോകും. അവിടേക്ക് അമ്മ പൈസ തരാം. അല്ല, പൈസ ഒന്നും വേണ്ട, എൻ്റെ കയ്യിലുണ്ട്. പൈസ തരാന്ന് നിൽക്കുന്നു. അമ്മായിയമ്മ സോപ്പിട്ട് കുറച്ച് പൈസയും കൂടെ സമ്പാദിച്ചിട്ടേ നമുക്ക് നേപ്പാളിലോട്ടോ ഈജിപ്തിലോട്ടോ വല്ലോ എവിടെയെങ്കിലും അങ്ങ് നാട് വിടാം. ആ കിളവി അവരുടെ സ്വർണം കൊണ്ട് എവിടെയോ പൂട്ടി വെച്ചേക്കുക. അതേപോലത്തെ കുറേ റോൾഡ് ഗോൾഡ് ഞാൻ ഒപ്പിച്ച് വെച്ചിട്ടുണ്ട്. പക്ഷെ അത് കണ്ടുപിടിച്ചിട്ട് വേണം, അതുകൊണ്ട് അവിടെ വെച്ചിട്ട് മാറ്റിയെടുത്തിട്ട് ആ പൈസയായിട്ട് നമുക്ക് ഇവിടുന്ന് മുങ്ങാം. ഇത് വല്ലതും നടക്കുവോ? നീ ഇതിപ്പോ പറയാൻ തുടങ്ങിയിട്ട് കാലം കുറെ. നീ എന്നെ പറ്റിക്കുവാന്നാ നീ തോന്നുന്നു. ഇങ്ങനെ പിണങ്ങാതെ ഇങ്ങോട്ടൊന്ന് നോക്ക്. എത്ര കാലം പൊക്കോ, പൊക്കോ. അനിയന്റെ ഭാര്യ വരുന്നത്. ഈ പെണ്ണുങ്ങൾ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വരുന്നത്? പൊക്കോ, പൊക്കോ, ഓ, അപ്പൊ ഇതായിരുന്നല്ലോ നിന്റെ ഹോസ്പിറ്റൽ പോക്ക്. എനിക്ക് അപ്പോഴേ സംശയം ഉണ്ടായിരുന്നു, നിന്റെ പഴയ എക്സ് അല്ലേ അത്? ആണ്. അതിനെന്താ? നിനക്കെന്താ? ഇതൊക്കെ വീട്ടിലറിഞ്ഞുള്ള കാര്യം നിനക്കറിയാവോ? വീട്ടിലറിഞ്ഞപ്പോ എന്തോ ഉണ്ടാവനാ? നീ പോയി വീട്ടിൽ പറയാൻ പോവാണോ? ചെന്ന് പറഞ്ഞോ. നീ പറഞ്ഞാലേ ആര് വിശ്വസിക്കാനാ? അമ്മയ്ക്കേ ഞാൻ പറയണതാണ് കാര്യം. സ്വന്തം മോനെക്കാട്ടി വിശ്വാസേ എന്നെയാ. അമ്മേ, അമ്മ എത്രയും പെട്ടെന്ന് തന്നെ വസന്തരമ്മനോട് പറഞ്ഞിട്ട് അവളെ ഡിവോഴ്സ് ആക്കിക്കോ. എന്താ? അമ്മേ, ഞാൻ ഇന്ന് അച്ഛന് ചായ മേടിക്കാനായിട്ട് ക്യാൻറ്റീനിലോട്ട് പോയി. അപ്പോഴത്തേക്ക് ഞാൻ നോക്കിയപ്പോൾ അവളും വേറൊരുത്തനും കൂടെ ഒന്ന് ശൃംഗരിക്കുന്നു. അമ്മേ, ഈ പാവം വസു ഇതും എല്ലാം അറിയുന്നുണ്ടോ? അവള് പിണങ്ങി അവളുടെ വീട്ടിൽ ഇരിക്കുകയാണെന്നല്ലേ പാവം ചെറുക്കം വിചാരിച്ചേക്കുന്നത്. എന്നാലും അവനോട് അങ്ങനെ കാണിക്കാം അമ്മേ. എന്തൊരു പെണ്ണാ അമ്മേ അവള്. അത് മാത്രല്ല, അമ്മയെ സോപ്പിട്ട് കുറച്ച് പൈസയൊക്കെ അടിച്ചു മാറ്റി, സ്വർണം അടിച്ചു മാറ്റി ഞങ്ങൾക്ക് രണ്ടുപേരും കൂടി നേപ്പാളിലോട്ട് ഫ്ലൈറ്റ് പിടിക്കണം. കണ്ട അവക്കൊരു പേടിയില്ല അമ്മേ. എന്തായാലും ചേട്ടത്തിക്ക് തെളിവിന് ഞാൻ കുറച്ച് വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ ഇതും കാണിക്കുന്നതിൻ്റെ അപ്പുറം കാണിക്കുമെന്ന് എനിക്കറിയാമായിരുന്നു. അതുകൊണ്ട് തെളിവിന് ഞാൻ കൃത്യമായിട്ട് വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ പറയുന്നതെല്ലാം ദേ ഇതിലുണ്ട്, കണ്ടു നോക്ക്. ഡി, ഇത്ര നാൾ നീ എന്നെ ചതിക്കുമായിരുന്നല്ലേ ഡി കൊള്ളി. അമ്മയോട് എനിക്ക് ഈ അവസരത്തിൽ ഒന്നേ പറയാനുള്ളൂ, മിന്നുന്നതെല്ലാം പൊന്നല്ല കേട്ടാ.